ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. കാരണം കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് എനിക്കിവിടെ പോവാൻ സാധിച്ചത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണെന്നുള്ളത്. പെരുമ്പാവൂരിലുള്ള ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം. വെളുപ്പിന് 5 മണിക്ക് തുറക്കുന്ന നട ഉച്ചപൂജയും ശ്രീബലിയും കഴിഞ്ഞ് 11 മണിയാകുമ്പോഴാണ് അടയ്ക്കുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് 5 മണിക്ക് തുറന്ന് രാത്രി അത്താഴ പൂജയും കഴിഞ്ഞ് 8 മണിക്കാണ് നട അടയ്ക്കുന്നത്. നട അടച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുന്നതല്ല. ഞങ്ങൾ പോയത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പഴക്കം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കേട്ടോ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ആദ്യം തന്നെ ക്ഷേത്രത്തിന്റെ അകത്ത് കയറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തില് സരസ്വതി, വനദുർഗ, ഭദ്രകാളി എന്നിങ്ങനെ 3 ഭാവങ്ങളിലായിട്ടാണ് കേട്ടോ ദേവി കുടികൊള്ളുന്നത്. കന്യകാ സങ്കല്പത്തിലുള്ള ദേവി ആയതുകൊണ്ട് തന്നെ സുഗന്ധ പുഷ്പങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുന്നതല്ല. അതുപോലെ തന്നെ മുല്ലപ്പൂ അണിഞ്ഞു വന്ന സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനവുമില്ല. വിവാഹം, കെട്ടുനറ, രാമായണ പാരായണം, തിരുവാതിരകളി, കഥകളി എന്നിങ്ങനെയൊന്നും ഇവിടെ നടത്താറില്ല. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വഴി ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ നേരെ ഫ്രണ്ടിലേക്കുള്ള വഴി തന്നെയാണ് കേട്ടോ. ഇപ്പോ ഇവിടെ DSLR ഉപയോഗിച്ചിട്ടുള്ള വീഡിയോഗ്രാഫി എല്ലാം നിർത്തലാക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം പണ്ട് ഇവിടെ വെഡിങ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം പക്ഷെ ക്ഷേത്ര ആചാരങ്ങളെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഇതെല്ലാം ഇവിടെ നിർത്തലാക്കിയത്. മൊബൈൽ ഫോണിൽ നമുക്ക് അത്യാവശ്യം വീഡിയോയും ഫോട്ടോസും എല്ലാം എടുക്കാനുള്ള അനുവാദം ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ അമ്പലത്തില്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുപോലെ ഈ റീൽസും യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് പുറമേ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവരെല്ലാവരും അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് എല്ലാ വഴിക്കൂടെ ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഇത്ര എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ കാവൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഇതുപോലെ കുറച്ച് അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇങ്ങനെ നിലനിൽക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും അതൊക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന മരങ്ങളൊന്നും വെട്ടിമുറിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല കേട്ടോ. ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ തന്നെ ഈ മണ്ണിൽ തന്നെ അത് ദ്രവിച്ചു ചേരുന്നതാണ്. ഇരിങ്ങോൾ എന്ന പേരിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. പണ്ട് അസുര രാജാവായിട്ടുള്ള കംസന്റെ സഹോദരിയായ ദേവകിക്കും നന്ദഗോപർക്കും ഉണ്ടാകുന്ന 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്നും അതിനെ തുടർന്ന് ദേവകിയും വസുദേവരും അവർക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപർക്കും യശോദയ്ക്കും ഉണ്ടായ പെൺകുഞ്ഞുമായി കൈമാറുകയുണ്ടായി. പെൺകുഞ്ഞാണെന്നറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച് കംസന്റെ കയ്യിൽ നിന്ന് ആ കുട്ടി തെന്നിമാറി ആകാശത്തേക്ക് പോവുകയും ഒരു നക്ഷത്രം പോലെ വെട്ടിത്തിളങ്ങുകയും ചെയ്തു. ആ വെട്ടം ആദ്യം വന്നു പതിച്ച സ്ഥലത്ത് ദേവി വസിക്കാൻ വന്നുവെന്നും അവിടെ ഇരുന്നോൾ എന്ന പേര് വരികയും കാലക്രമേണ അത് ഇരിങ്ങോളായി മാറുകയുമാണ് ചെയ്തത്. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മളിപ്പോൾ നടന്നു വന്ന ഈ ഒരു വഴി മാത്രമല്ല കേട്ടോ അമ്പലത്തിട്ടുള്ളത്. അമ്പലത്തിന്റെ 4 സൈഡിലേക്കും ഇതുപോലത്തെ വഴികളുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ ആയിട്ട് തോന്നുന്നു. നമുക്ക് 3 സൈഡിലേക്കും വഴി കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അധികം ദൂരമില്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ വരെയാണ് ആൾക്കാർ നടന്നു പോയ ഒരു വഴി കാണുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന വഴി കുറച്ചുകൂടി ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഏറ്റവും ദൂരം ഈ വനത്തിന്റെ ഉള്ളിൽ കൂടെ കൂടുതൽ ദൂരമുള്ള ഒരു വഴി വേറെ ഉണ്ട് കേട്ടോ. അത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വഴിയാണ്. അത് ഏകദേശം ഒരു 800 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കൂടെയൊക്കെ ഒന്ന് നടന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇങ്ങോട്ടേക്കും വഴി അധികം ആൾക്കാർ പോകുന്നില്ല എന്നാട്ടോ തോന്നുന്നത്.
നമുക്ക് ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാലേ, നമുക്കിത് ഫുൾ നമ്മൾ കാടിന് ചുറ്റുമാണ് ഇപ്പൊ നിൽക്കുന്നത്. ഏകദേശം 5000 ഏക്കറോളം പണ്ട് ഇവിടെ കാടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അത് ഒരു 50 ഏക്കറോളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കമ്പ് ഇവിടെ കിടക്കണുണ്ടപ്പോ വിചാരിച്ചു വഴി തീർന്നു. ഇതൊക്കെ നോക്കിക്കേ, ഇത് കണ്ട, ഇതൊക്കെ എത്ര വർഷമായിട്ടുള്ള മരങ്ങളായിരിക്കും അല്ലേ? മഞ്ചാടിക്കുരിയൊക്കെ ചാടി കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏകദേശം റോഡിന്റെ സൈഡ് എത്തിന്നാട്ടോ തോന്നുന്നത്. ഇവിടെ നോക്കുമ്പം വണ്ടിയൊക്കെ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. സൗണ്ട് കേൾക്കാം വണ്ടിയുടെ. നമ്മൾ ഏകദേശം ഇതിന്റെ എല്ലാ വഴിക്കടയും പോയി നോക്കിട്ടോ. അപ്പൊ ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി നമുക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് പോവാം. അവിടെയാണ് കുറച്ചുകൂടി നല്ല ലോങ്ങില് വഴി വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ക്യാമറയിലുള്ള ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാം നിർത്തലാക്കിയതിന്റെയും മറ്റ് നിർദ്ദേശങ്ങളെല്ലാം അടങ്ങിയ ഒരു ബോർഡാണ് കേട്ടോ ഇത്. നമ്മൾ ഏകദേശം ഇത് ഫുള്ള് അവിടെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണണ്ടേ, അതാട്ടോ അതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ വരെ നടന്നിട്ട് ഇപ്പൊ തിരിച്ച് ഇങ്ങെത്തിട്ടോ. നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടാണേ. അപ്പൊ ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോഴാണ് ശരിക്കും അതിന്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഈ കാടിന്റെ നടുക്ക് ഇങ്ങനെ ആ അമ്പലം നിൽക്കുന്നതിന്റെ ആ ഒരു വ്യൂവ്. ഇപ്പോൾ ഈ ക്ഷേത്രം ദേവസ്വത്തിന്റെ കീഴിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന കുറെ ആചാരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ വനത്തിന്റെ അകത്തേക്ക് ഇതുപോലെ കുറെ ചെറിയ ചെറിയ വഴികളുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഞാനിതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നമ്മളിൽ ആര് വന്നാലും ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അപ്പൊ നമ്മളിപ്പോ ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം എല്ലാം കവർ ചെയ്തു. നമ്മളിതേ കയറി വന്ന ഒരു വഴി ഇതാണ് കേട്ടോ. ഇവിടെ നമുക്ക് അത്രയ്ക്ക് ലെങ്ത് ഇല്ല കേട്ടോ. ഇപ്പൊ തിരിഞ്ഞു നോക്കി അറിയുന്നതേ തൊട്ടടുത്ത് തന്നെ ഇപ്പൊ അമ്പലമുണ്ട്. അത്ര ഒരു ലെങ്ത് ആണ് വരുന്നുള്ളൂ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് ഇടതുവശത്തേക്ക് നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ചെറിയൊരു ചായക്കടയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്